പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളും കണ്ടതെല്ലാം പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോയാൽ ചിന്തിക്കുമ്പോഴാണല്ലോ എങ്ങനെയായിരുന്നു നമ്മളെ അതെന്തുമാത്രം റിജക്ട് ചെയ്തു എന്നത് ആരും. ബട്ട് ഞാൻ എൻജോയ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ അവളുടെ ചിയർ ഗ്രൂപ്പിലെ ആളാണ്. സോ സ്വാഭാവികമായിട്ടും എൻ്റെ വീട്ടിൽ നിന്നും സ്ക്രീനിൽ ഇതുപോലെ തന്നെ എൻ്റെ ഫാമിലിയിൽ ഒരാളെ കാണുന്നു എന്നുള്ള സന്തോഷത്തിൽ വളരെയധികം. വർഷം ഇതിന് മുന്നേ അഭിനയിച്ചിട്ടുണ്ട്, കന്നഡയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ മലയാള സിനിമയിൽ ആദ്യത്തെ ഷോയിൽ വർഷയുടെ കൂടെ ഹോസ്പിറ്റലിൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായി. ഇനി വീട്ടിൽ പോയി ഞാൻ ഓരോ കാര്യങ്ങൾ വിശദമായി സംസാരിക്കുന്നതായിരിക്കും. ബട്ട് ഐ എം വെരി ഹാപ്പി ഫോർ ഹർ, വെരി എക്സൈറ്റഡ് ഫോർ. ഈ സിനിമയിൽ കുറേ പുതിയ ആൾക്കാരുണ്ട്. സോ ഐ തിങ്ക് ഇന്നത്തെ മലയാള സിനിമയിൽ നമ്മൾ എത്ര സിനിമകൾ എടുത്ത് നോക്കിയാൽ കുറേ പുതിയ ഇന്നത്തെ തലമുറയിലുള്ള എല്ലാ വിഭാഗത്തിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും അഭിനേതാക്കളാണെങ്കിലും പുതിയ പുതിയ ആൾക്കാരുണ്ട്. അത് തന്നെ കാണാനൊരു ഭയങ്കര സന്തോഷമുള്ളൊരു സമയമാണ്. സോ ഐ തിങ്ക് ഈ സിനിമയിൽ തന്നെ പുതിയ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി എല്ലാവരും ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇപ്പം മൂവി തിയേറ്റേഴ്സ് വന്നു, ആൾക്കാർക്ക് സ്വീകരിച്ചു കഴിഞ്ഞു. എന്നാണ് ഇപ്പോഴത്തെ ഒരു ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് തന്നെ എനിക്കൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കൂട്ടുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുക. വേറെ റിവ്യൂസ് ബാക്കി എല്ലാവരും പറയുമ്പോൾ അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ആലോചിക്കും. പക്ഷെ ഇപ്പം ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കും. ഒരു തമിഴ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ യോഗി കാർപ്പറേറ്റ്. അത് കോമഡി റോളാണ്. ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. ഞാനിപ്പോഴാണ് ഫുള്ള് കാണുന്നത്. ഞങ്ങളുടെ ക്രൂ മിക്കവാറും ഇതാണ് ഇപ്പോഴാണ് ഫുള്ള് കാണുന്നത്. ലൈക്ക് എക്സ്പെക്ട് ചെയ്യാത്ത ഒത്തിരി ഒത്തിരി എലമെൻറ്റ്സ് ഉണ്ട്. വെറി ഇമോഷണൽ റോളർ കോസ്റ്റർ പോലെ നമുക്കിങ്ങനെ ഫുള്ള് പോകാൻ പറ്റുന്ന ഒരു മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുന്നു. ഇപ്പോൾ സിനിമയിൽ പറയുന്ന ഡയലോഗുണ്ട്, കൂട്ടത്തിലെ ഏറ്റവും ഫുഡി താങ്കളുടെ ക്യാരക്ടറാണ്. യഥാർത്ഥ ജീവിതത്തിൽ ഞാൻ അത്ര കൂട്ടത്തിൽ കഴിക്കുന്നില്ല. താങ്ക് യു. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും നല്ലതായിട്ട് ചെയ്തു. കഥകളെല്ലാം ഭയങ്കര നല്ലതായിരുന്നു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. എനിക്ക് ഒരിക്കലും ഒബ്ജക്റ്റീവായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ആ എക്സൈറ്റ്മെൻറ്റ് ഞാൻ ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഒരു മൊമെൻറ്റിനുള്ളിലാണ് കാത്തിരുന്നത് നമ്മൾ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ചില വർക്കാവോ എന്ന് സംശയിച്ച സാധനങ്ങളൊക്കെ നന്നായി വർക്കായിട്ടുണ്ട്. അപ്പോൾ ഒരു സന്തോഷം ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടതിൽ ഒത്തിരി സന്തോഷം. സിനിമയ്ക്കുള്ളിലൊരു സിനിമയാണ് കഥ പറയുന്നത്. എത്രത്തോളം ചലഞ്ചിങ് ആണ് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ? പല പേസുകൾ, പല ജോണറുകൾ, പല ആളുകൾ ചെയ്തതായിട്ട് ഫീല് ചെയ്യേണ്ട രീതിയിലൊക്കെ ഒരു സംഭവമാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. അപ്പോൾ ആ ഡിസൈനിങ് തൊട്ടങ്ങോട്ട് കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു. അതെല്ലാം ആ ഒരു ക്രൂവിൻ്റെ സപ്പോർട്ടോട് കൂടി ചെയ്യാൻ പറ്റിയെന്നാണ് നമുക്ക്. ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ക്ലൈമാക്സ് സ്വന്തം ജീവിതത്തിൽ നിന്ന് ഇൻസ്പയർ ആണോ? അല്ല, പക്കാ ഫിക്ഷനാണത്. പടം ഇപ്പോൾ തിയേറ്ററിലേക്ക് വന്നു കഴിഞ്ഞു. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഈ സമയത്ത്? നിങ്ങൾ വന്ന് പടം കാണുക. ഇത് ഒരു സിനിമയ്ക്കകത്തെ പല സിനിമകളാണ് സംഭവം. പലർക്കും പല ടേസ്റ്റുകളായിരിക്കും. പക്ഷേ അതിനെല്ലാം തൃപ്തിപ്പെടുത്താനായിട്ട് പടത്തിൽ കഴിയുന്നുണ്ടെന്നാണ് നമുക്ക് ഓഡിയൻസിൻ്റെയൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ തോന്നുന്നത്. എല്ലാവരും വന്ന് കാണുക, തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. താങ്ക് യു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല അവസാനം നല്ല ഇമോഷണൽ എൻഡിങ്ങിലുണ്ടായി. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം. സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടും. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. താങ്ക് യു. ഒരു ടേപ്പിസ്റ്റൊക്കെ ആയിട്ട് വരുന്നുണ്ടല്ലോ ഇടയ്ക്ക്. അതെ, അതൊരു ട്രോള് കിട്ടില്ല എന്നുള്ള വിശ്വാസത്തിൽ ഇരിക്കുന്നു. ഡയറക്ടർ തന്നത് നമ്മൾ ചെയ്യണമല്ലോ, അത്രയല്ലേ ഉള്ളൂ. റിയൽ ലൈഫിൽ എവിടെയെങ്കിലും? ഇല്ലല്ല, ഒരിക്കലും ഇല്ല. ഞാൻ റിയൽ ലൈഫിൽ ആളേ അല്ല സ്ക്രീനിൽ കണ്ടത്. പക്ഷെ അതൊന്നും എഫക്റ്റ് ആവില്ല എന്ന് വിചാരിക്കും. ഡയറക്ടർ തന്ന റോൾ ഞാൻ നന്നായി ചെയ്തു. പടത്തിന്റെ കഥ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൊത്തം അറിയില്ലായിരുന്നു. എൻ്റെ ഇപ്പോൾ ഇതിൽ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ പോർഷൻസ് മാത്രമേ അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അശ്വിനും ഡയറക്ടർ സാറിനും മാത്രമേ കംപ്ലീറ്റ് സിനിമ എന്താണെന്ന് അറിയുണ്ടായിരുന്നു. സോ ഞങ്ങൾ എല്ലാവരും ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. സോ ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ പോലെ തന്നെ അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ എല്ലാവരുടെയും കഥ കണ്ടു, ഹാപ്പി. താങ്ക് യു.
കൺഗ്രാറ്റുലേഷൻ. ചേച്ചി ഞാനപ്പോൾ അവിടെ വന്നിരുന്നിട്ട് ചേച്ചിക്ക് സീറ്റ് പിടിക്കാനായി പോകും. പക്ഷേ ചേച്ചി ആ മൂട്ടിലേക്ക് ഞാൻ പിന്നെ പരിചയപ്പെടുത്താൻ സിസ്റ്ററാണ്. ഞാൻ അറിഞ്ഞു, ഞാൻ ഇന്ന് അറിഞ്ഞു ചേച്ചി വരുന്നു എന്നൊക്കെ അറിഞ്ഞു. ഞാൻ ഭയങ്കര എക്സ്പെരിമെന്റൽ അപ്രോച്ചാണ്. അത് നമ്മൾ റെഗുലർ കണ്ടീഷനിങ് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു വേറെ സിനിമ കാണുമ്പോൾ പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് സമയം. അതന്നെ ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ വീട്ടിൽ പോയി ഇതിനെക്കുറിച്ച് ആലോചിച്ച് പ്രോസസ്സ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ടൊക്കെയല്ലേ മനസ്സിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഉണ്ടാവും. താങ്ക് യു. ഓക്കെ ജി, ബൈ. താങ്ക് യു. ചെറിയ മതി സർ. ഫോട്ടോ എടുക്കാനാണോ? One second ഉണ്ടോ? പ്രൊഡക്ഷൻ എല്ലാവർക്കും ഇപ്പോൾ നല്ല ഒരു ഹാപ്പി മൊമെന്റ്സാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ആന്തോളജി എന്ന് പറയാൻ പറ്റില്ല. സിനിമയ്ക്കകത്ത് സിനിമ എന്ന് പറയുന്നു. പക്ഷേ പലരും പല ഫേസാണല്ലോ, പല ഫേസുകളും പല ജോണറും സംഭവം ചെയ്യുന്നു. അതിൻ്റെ ഒരു ചലഞ്ചിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വർക്കായതിൻ്റെ ഒരു സന്തോഷമാണ്. എല്ലാവർക്കും ഹാപ്പിയാണ്.